ഇക്കഴിഞ്ഞ ഡിസംബർ 12-നായിരുന്നു കീർത്തിയുടെയും ആന്റണി തട്ടിലും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞിരുന്നത്. ഗോവയിൽ വെച്ച് തമിഴ് ആചാര പ്രകാരമായിരുന്നു ഇരുവരുടെയും വിവാഹം കഴിഞ്ഞത്. അന്ന് തന്നെ സുരേഷ് കുമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തായാലും ഇരുമത ആചാര പ്രകാരവും വിവാഹം ഉണ്ടാവും, മതങ്ങൾക്ക് രണ്ടുപേർക്കും ഒരുപോലെ പ്രാധാന്യം നൽകുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോഴിതാ സംഭവിച്ചിരിക്കുകയാണ്. കീർത്തിയുടെ ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള വിവാഹം ഇന്ന് നടന്നിരിക്കുകയാണ്. അതും ഗോവയിൽ വെച്ച് തന്നെയാണ്. എങ്ങനെയാണോ കീർത്തിയുടെ ആദ്യ വിവാഹം, അതായത് ഹിന്ദു ആചാരപ്രകാരമുള്ള വിവാഹം കീർത്തിയുടെ കുടുംബം കൊണ്ട് നിറഞ്ഞത്, അതുപോലെ ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള വിവാഹത്തിൽ ആന്റണി തട്ടിലിന്റെ കുടുംബക്കാരാണ് മുഴുവൻ. അച്ഛനായ സുരേഷ് കുമാറിന്റെ കൈപിടിച്ച് വിവാഹവേദിയിലേക്ക് കയറുന്നതിന്റെയും ചടങ്ങുകളുടെയും ഒക്കെ ചിത്രങ്ങൾ ഇപ്പോൾ കീർത്തി തന്നെയാണ് പങ്കുവച്ചിരിക്കുന്നത്. മാധ്യമങ്ങൾക്കൊക്കെ ഒരുപാട് വിലക്കുണ്ട് കീർത്തിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും കീർത്തി വഴി മാത്രമേ ആരാധകരിലും എത്തുന്നുള്ളൂ. തന്റെ ജീവിതത്തിലെ സ്വർഗ്ഗതുല്യമായ നിമിഷമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് കീർത്തിയും ആന്റണി തമ്മിലുള്ള ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള വിവാഹ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങൾ പങ്കുവച്ചത്. 15 വർഷമായി കീർത്തിയും ആന്റണിയും പ്രണയത്തിലായിരുന്നു. എന്നിരുന്നാലും വീട്ടുകാരുടെ കുറെയൊക്കെ എതിർപ്പുകൾ കീർത്തി നേരിടേണ്ടി വന്നു. എങ്ങനെയൊക്കെയോ പറഞ്ഞ് സമ്മതിപ്പിച്ചു എന്നാണ് കീർത്തി അടുത്തിടെ പറഞ്ഞിരുന്നത്. ആന്റണി ഇപ്പോൾ ബിസിനസ്സുകാരനാണ്. എഞ്ചിനീയർ കഴിഞ്ഞെങ്കിലും കൂടുതലും ബിസിനസ്സിലാണ് ആന്റണി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. ഒരുപാട് സിനിമാ താരങ്ങളാണ് ഇപ്പോൾ കീർത്തിക്ക് ആശംസ അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്.